ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നിഷാനാസ് റെസിപ്പി നോട്ട്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തരിക്കഞ്ഞിയാണ്. തരി കാച്ചിയത് എന്നും ചില സ്ഥലങ്ങളിൽ അങ്ങനെ പറയും. ഇതൊരു ഇഫ്താർ സ്പെഷ്യൽ വിഭവമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് റവ, പിന്നെ പാല് വേണം. അതിന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്താലും മതി. പിന്നെ വെള്ളം വേണം. അതിനുശേഷം പിന്നെ സീസണിങ് ചെയ്യാനായിട്ട് ചെറിയ ഉള്ളി, കാഷ്യൂ നട്ട്സ്, റേസിൻസ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാർഡമം പൗഡർ, 1/4 ടീസ്പൂൺ സോൾട്ട്, അതുപോലെ ഇത് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സോസ് പാൻ സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്യാം. സോൾട്ട്, ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്യരുത്, അതിന് മുമ്പേ റവ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ലംസസ് വരും. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പാല് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ആ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇത് നന്നായി തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തൂവി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കാർഡമം പൗഡർ, അത് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് സീസണിങ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. അത് ഒരു ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്ക് കാഷ്യൂ നട്ട്സും റേസിൻസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി സോട്ട് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ആൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാഷ്യൂ നട്ട്സൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. റേസിൻസൊക്കെ നന്നായിട്ട് സോൾഡൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നമ്മുടെ റവ കാച്ചിയതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തരി കാച്ചിയത് അല്ലെങ്കിൽ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching this video. If you like this video, please give a thumbs up and share it. Also, those who did not subscribe the channel, please subscribe.